അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മദ്രസയിൽ നിങ്ങൾ ഈ പാഠം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും പാഠത്തിലെ പ്രധാന ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക, പ്രധാന പോയിന്റുകൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. മദ്രസയിൽ നിങ്ങൾക്ക് ഉസ്താദ് നന്നായി പാഠഭാഗം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവാം. എന്നാലും ഒരിക്കൽ കൂടി നമ്മൾക്ക് ആ പാഠഭാഗം നോക്കിയാൽ മാത്രമേ അത് മനസ്സിൽ നന്നായി ഉറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. അപ്പോൾ താരീഖിലെ മൂന്നാമത്തെ പാഠമാണ് മുആജിറുകളും അൻസാറുകളും. മുആജിറുകൾ ആരാണ്, അൻസാറുകൾ ആരാണ് എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവസാന ഭാഗത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. ആരാണ് മുആജിറുകൾ? മുആജിറുകൾ മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികളായിരുന്നു. അൻസാറുകളോ മുആജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികളായിരുന്നു അൻസാറുകൾ. അവരെ പറ്റി കൂടുതലാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. കൂട്ടുകാരെ, നമുക്ക് പാഠത്തിലേക്ക് പോവാം. അപ്പോൾ മൂന്നാമത്തെ പാഠം മുആജിറുകളും അൻസാറുകളും. കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാനിങ്ങനെ വായിക്കുമ്പോൾ ആ ഒരു വരിയിൽ കൈവച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയാൽ മതി. ഒരു മുൻപരിചയമില്ലാത്ത ഒരാൾക്ക് ആരെങ്കിലും സ്വന്തം സമ്പത്തിൻ്റെ നേർപകുതി ദാനം ചെയ്യുമോ? ഇക്കാലത്ത് ഇങ്ങനെയൊരു കാര്യം സങ്കല്പിക്കാനാകുമോ? ഒരു മുൻപരിചയമില്ല എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾക്ക് അയാളെ അറിയ പോലുമില്ല. അങ്ങനെ ഒരാൾക്ക് ആരെങ്കിലും സ്വന്തം സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരാളെ കാണുന്നു, ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിക്ക് നിങ്ങൾ അതിൻ്റെ പകുതി, അതായത് 10ൻ്റെ പകുതി 5 രൂപ, നിങ്ങൾക്ക് അയാളെ ഒരു പരിചയമില്ല, നിങ്ങൾ അയാൾക്ക് ദാനം ചെയ്യുമോ? ഇക്കാലത്ത് ഇങ്ങനെ ഒരു കാര്യം സങ്കല്പിക്കാനാവുമോ? 10 രൂപ ചിലപ്പോൾ ചെറിയ പൈസ, 10ഓ 1000മോ അങ്ങനെയാണെങ്കിലും നമ്മൾ ഇക്കാലത്ത് അങ്ങനെ സങ്കല്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെ ഒരു സമ്പത്തിൻ്റെ നേർപകുതിയാണ് ദാനം ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്. അതും ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരാൾക്ക്. നമുക്ക് വിശദമായിട്ട് പാഠഭാഗത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത് എന്ന് നോക്കാം. ചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാനാകാത്ത മനോഹരമായ സംഭവങ്ങൾ മദീനയിൽ ഹിജ്റയ്ക്ക് ശേഷം കാണപ്പെട്ടു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടെ കാണപ്പെട്ടു? മദീനയിൽ കാണപ്പെട്ടു. എപ്പോഴാണ് കാണപ്പെട്ടത്? ഹിജ്റയ്ക്ക് ശേഷമാണ് കാണപ്പെട്ടത്. മനോഹരമായ സംഭവങ്ങളാണ് മദീനയിൽ ഹിജ്റയ്ക്ക് ശേഷം കാണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആജിറുകളെയും അൻസാരികളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സഹോദരങ്ങളാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആജിറുകളെയും അൻസാരികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് എന്താക്കി? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹോദരങ്ങളാക്കി. ഓരോ മുആജിറിനും അൻസാരികളിൽ നിന്ന് ഒരു സഹോദരൻ ഉണ്ടായി. അവർ പരസ്പരം സഹോദരന്മാരാക്കിയിട്ട് മാറ്റി. ആരാണ് മാറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേര് കേൾക്കുമ്പോൾ എപ്പോഴും സലാത്ത് ചൊല്ലണം. അവർ പരസ്പരം ഒരു കുടുംബം പോലെ വീടും ഭക്ഷണവും പങ്കിട്ടു. ഈമാനായിരുന്നു ആ സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം. മുആജിറുകളും അൻസാരികളും ആരായിരുന്നു? ഒന്നും കൂടി പറയാം. മുആജിറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികളായിരുന്നു. അൻസാരികൾ മുആജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികളും. ഈ മുആജിറുകളെയും അൻസാരികളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളാക്കി മാറ്റിയത്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ വീട്ടിൽ ഇപ്പം കുഞ്ഞനുജത്തിയോ അനുജനോ ഒക്കെ, നിങ്ങൾ പരസ്പരം എങ്ങനെയാണ് കഴിയുക? സ്നേഹത്തോടെയും ഒരുമയോടെയൊക്കെ കഴിയില്ലേ? അതുപോലെ അവർ വീടും ഭക്ഷണമൊക്കെ പങ്കിട്ടിട്ട് പിന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈമാനായിരുന്നു ആ സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം. ഈമാന് മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ കഴിഞ്ഞത്. മക്കയിൽ ധനികനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ മദീനയിലെ സമ്പന്നനായ സഹാബി സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കയിലെ ധനികനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എവിടെ വന്നിട്ടുള്ളത്? മദീനയിൽ വന്നിട്ടുണ്ട്. അപ്പം മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികൾക്ക് മുആജിർ എന്നാണ് പറയുക. അപ്പം ഈ ഒരു അബ്ദുല്ലാഹി ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മുആജിറാണ്.
സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു ഈ ഒരു മക്കയിൽ നിന്ന് വന്ന സഹാബിയെ സ്വീകരിച്ച ആളാണ്, മദീനയിലെ സമ്പന്നനാണ്. അപ്പോൾ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു അൻസാരിയും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുഹാജിറുമാണ്. അപ്പോൾ അവർ അങ്ങനെയാണ്, മുഹാജിറും അൻസാരികളും തമ്മിൽ സാഹോദര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് മേലെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മുഹാജിറാണ് ആര്? മക്കയിൽ നിന്ന് വന്ന ധനികനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അൻസാരിയാണ് ആര്? മദീനയിലെ സമ്പന്നനായ സഹാബി സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു. അതായത് മുഹാജിറായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സ്വീകരിച്ച ആൾ. സഹോദരൻ എന്ന് പറയാൻ കാരണം അവിടെ മുഹാജിർ അൻസാരി ബന്ധത്തിനെയാണ് അവിടെ സഹോദരൻ എന്ന് പറയുന്നത്. അങ്ങനെ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഞാൻ മദീനയിലെ ഒരു ധനികനാണ്. ആരോടാണ് പറയുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോടാണ് പറയുന്നത്. എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾ എടുക്കുക. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരിൽ ഒരാളെയും ഞാൻ വിവാഹമോചനം ചെയ്ത് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അവസരവും ഒരുക്കാം. അപ്പോൾ മുഹാജിറും അൻസാരികളും തമ്മിൽ വളരെ നല്ല ബന്ധത്തിലാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഒന്നുകൂടി പറഞ്ഞുതരാം. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബി. മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുഹാജിറാണ്. മുഹാജിറും അൻസാരിയാണ് ആര്? സഅദ് ബിൻ റബീ. അവർ തമ്മിലുള്ള ആ ഒരു സാഹോദര്യം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുഹാജിറായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് അൻസാരിയായ സഅദ് ബിൻ റബീ പറയുകയാണ്, എൻ്റെ സമ്പത്തിൻ്റെ പകുതിയും നിങ്ങൾ എടുത്തോളൂ. ഞാൻ എൻ്റെ ഒരു ഭാര്യയെ ഞാൻ വിവാഹമോചനം ചെയ്ത് അവരെയും നിങ്ങൾ വിവാഹം കഴിച്ചോളൂ എന്ന് പറയുകയാണ്. ആ ഒരു വ്യവസ്ഥ പിന്നെ മുഹാജിറായ നമ്മുടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചോ? നമുക്ക് നോക്കാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞു. ആരോട്? സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിനോട് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മാത്രം മതി. അല്ലാതെ എനിക്ക് എന്തൊന്നും വേണ്ട, സ്വത്തുക്കളൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മാത്രം മതി എന്നാണ് ആര് പറഞ്ഞത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം സ്വന്തമായി കച്ചവടം ചെയ്ത് മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നു. മക്കയിലെ ധനികനായിരുന്നു ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. എന്നാൽ ആ ഒരു സഹാബി മദീനയിൽ എത്തി. എന്നിട്ടോ മദീനയിൽ എത്തി അൻസാരി സഹാബി സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായി. അതിനുശേഷം അവരിൽ നിന്ന് സഹായം സ്വീകരിക്കാതെ സ്വന്തമായിട്ട് തന്നെ കച്ചവടം ചെയ്ത് എന്തായി തീർന്നു? അവർ മദീനയിലെ വലിയ സമ്പന്നനായി തീരുകയാണ് ചെയ്തത്. മുഹാജിറുകളുടെയും അൻസാരികളുടെയും വലിയൊരു കഥയാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? നമ്മുടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് ഈ ഒരു സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വ്യവസ്ഥ അംഗീകരിക്കുകയും ആ ഒരു സഹായം സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അവരെന്താണ് ചെയ്തത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സ്വന്തമായി കച്ചവടം ചെയ്ത് ജീവിച്ച് സമ്പന്നനാവണം എന്നായിരുന്നു അവർക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവരങ്ങനെ തന്നെ ആയിത്തീരുകയും ചെയ്തു. തനിക്കൊരു മുഹാജിറിനെ സഹോദരനായി കിട്ടിയെങ്കിലെന്ന് ആത്മാർത്ഥമായി അൻസാരി ആഗ്രഹിക്കുന്നു. എന്നാൽ മുഹാജിറോ കിട്ടിയ അവസരം ചൂഷണം ചെയ്യാതെ ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്താണ് പറയുന്നത്? തനിക്കൊരു മുഹാജിറിനെ സഹോദരനായി കിട്ടിയെങ്കിലെന്ന് ആത്മാർത്ഥമായി അൻസാരി ആഗ്രഹിക്കുന്നു. മുഹാജിർ ആരാണ്? മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സഹാബികളാണ്. അവരെ സ്വീകരിച്ച ആൾക്കാരാണ് ആര്? മദീനയിലെ സഹാബികളാണ് ആര്? അൻസാരികൾ. അപ്പോൾ അവരെന്താണ് ആഗ്രഹിക്കുന്നത്? തനിക്കൊരു മുഹാജിറിനെ സഹോദരനായിട്ട് കിട്ടിയെങ്കിലെന്ന് ആത്മാർത്ഥമായിട്ട് അൻസാരികൾ ആഗ്രഹിക്കുന്നു. പക്ഷെങ്കിൽ ഇവർ ഇത്രയും കിട്ടിയ അവസരം വേറെ ചൂഷണം ചെയ്യാതെ ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആര് ശ്രമിക്കുന്നത്? അൻസാരികൾ ശ്രമിക്കുന്നത്. ഈ സാഹോദര്യം മദീനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെ മാറ്റങ്ങളാണ് നോക്കാം. പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. അഭയം തേടി വരുന്നവരെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. കച്ചവടത്തിലും കൃഷിയിലുമുള്ള സഹകരണം എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി.
ഇങ്ങനെ 4 കാര്യങ്ങളാണ് സംഭവിച്ചത്. അപ്പോൾ മുആജിറുകൾ ആരാണ്, അൻസാരികൾ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ഇതിൽ ഒരു മുആജിറും ഒരു അൻസാരിയും ഉണ്ട്. മുആജിർ ആരായിരുന്നു? അബ്ദുറഹ്മാൻ ബിനു ഔഫ്. അൻസാരി ആരായിരുന്നു? അൻസാരി സഅദ് ബിനു റബീ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇനി ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, അൻസാറുകളുടെയും മുആജിറുകളുടെയും ഇടയിലുള്ള സാഹോദര്യത്തിന്റെ മാനദണ്ഡം എന്തായിരുന്നു? മാനദണ്ഡം ഈമാനായിരുന്നു ആ സാഹോദര്യത്തിന്റെ മാനദണ്ഡം. രണ്ടാമത്തെ ചോദ്യം, അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച അൻസാരി കൂട്ടുകാരൻ ആരായിരുന്നു? അൻസാരി കൂട്ടുകാരൻ സഅദ് ബിനു റബീ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഅദ് ബിനു റളിയല്ലാഹു അൻഹു എന്തൊക്കെയാണ് മുആജിറിന് പങ്കുവെക്കാൻ തയ്യാറായത്? എന്തൊക്കെയാണ്? തൻ്റെ സമ്പത്തിൻ്റെ പകുതിയും പിന്നെയോ 2 ഭാര്യമാരിൽ ഒരാളെ വിവാഹമോചനം ചെയ്ത് അവളെ വിവാഹം കഴിക്കാനുള്ള അവസരവുമാണ് പങ്കുവെക്കാൻ തയ്യാറായത്. ആലോചിച്ച് പറയാനാണ് രണ്ടാമത്തെ പ്രവർത്തനം. മദീനയിലെത്തിയപ്പോൾ മുആജിറുകളുടെ അവസ്ഥ എന്തായിരുന്നു? പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഓഫർ നിരസിച്ചത്? പകരം അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത്? ഈ ചരിത്രത്തിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന 2 നേട്ടങ്ങൾ പറയൂ. അപ്പോൾ മദീനയിൽ എത്തിയപ്പോൾ മുആജിറുകളുടെ അവസ്ഥ എന്തായിരുന്നു? മുആജിറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികളാണ് മുആജിറുകൾ. അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവർ ഈ അൻസാരികളുടെ കൂടെ സാഹോദര്യം നിലത്തിൽ വന്നതോടുകൂടി അവർക്ക് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹുവിൻ്റെ ഓഫർ നിരസിച്ചത്? അദ്ദേഹത്തിന് അവരെ ചൂഷണം ചെയ്യാതെ സ്വന്തമായിട്ട് കിട്ടിയ അവസരം ചൂഷണം ചെയ്യാതെ ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്തി മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിക്കാൻ ഉള്ള ഒരിതാണ്. അതുകൊണ്ടല്ലേ അവർക്ക് മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പകരം അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത്? ഓഫർ നിരസിച്ചു. പകരം അദ്ദേഹം ആവശ്യപ്പെട്ടത് മാർക്കറ്റ് കാണിച്ചു തരാനാണ് ആവശ്യപ്പെട്ടത്. പിന്നെ ചർച്ച ചെയ്യുക. അഭയം തേടി വരുന്നവരെ സ്വീകരിക്കുന്നതിലും അഭയം നൽകുന്നവരോടുള്ള സമീപനത്തിലും ഈ ചരിത്രത്തിൽ നിന്നുള്ള നിങ്ങളുടെ ഗുണപാഠങ്ങൾ. അവർ അഭയം തേടി വരുന്നവരെ എന്നിവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കുകയും എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുകയും പരോപകാരവും സ്നേഹവും വ്യാപിപ്പിക്കുകയും ചെയ്തു. കച്ചവടത്തിലും കൃഷിയിലുമുള്ള സഹകരണം എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകുകയും ചെയ്തു. അതാണ് ഈ ഒരു മുആജിർ അൻസാരി സാഹോദര്യത്തിൽ മദീനയിലുണ്ടായ വലിയ മാറ്റങ്ങളാണ് അതൊക്കെ. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മുആജിറുകൾ ആരാണ്, അൻസാരികൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഈ പാഠഭാഗത്തിൽ ഒരു മുആജിറും ഒരു അൻസാരിയെയും പറ്റി പറയുന്നുണ്ട്. പിന്നെ മദീനയിൽ വന്ന പ്രധാന മാറ്റങ്ങൾ, പിന്നെ അവർ രണ്ടുപേരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ വെച്ചത്, അതൊക്കെയാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ബെല്ലൈക്കൺ അമർത്തുക.